നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാക്കിയെന്ന തന്റെ പ്രസ്താവന വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിഷയത്തിൽ മാപ്പ് പറയില്ലെന്ന് വേണുഗോപാൽ പറഞ്ഞു. തന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം വളച്ചൊടിക്കുകയായിരുന്നെന്നും തെരഞ്ഞെടുപ്പ് കാലത്താണ് സർക്കാർ പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷന്റെ ഒപ്പം വാർദ്ധക്യകാല പെൻഷൻ കൂടി കിട്ടിയിരുന്നു. രണ്ടും കൂടി ചേർത്താണ് ലഭിച്ചിരുന്നത്. 1500 രൂപയാണ് കിട്ടിയിരുന്നത്. മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിയിരുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്കായിരുന്നു. പെൻഷൻ പരിഷ്കരണം എന്നു പറഞ്ഞ് അത് ഒന്നാക്കി മാറ്റി. എന്നിട്ട് അത് 1000 രൂപയാക്കി കൊടുത്തു. വേണുഗോപാൽ ഇങ്ങനെയാണ് പറഞ്ഞത്. പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായി ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചതെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അതേസമയം വേണുഗോപാലിന്റെ പരാമർശത്തിനെതിരെ മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും സാധാരണക്കാരുടെ ജീവിതത്തെ അദ്ദേഹം അപഹസിക്കുകയാണെന്നും ശിവൻകുട്ടി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് വേദികളിൽ സാധാരണക്കാരെ അപഹസിക്കുന്നതും ഇകഴ്ത്തിക്കാട്ടുന്നതും കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതി കൊണ്ടാണ് 62 ലക്ഷം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയെ KC വേണുഗോപാൽ പരിഹസിക്കുന്നതെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.